ഇവനെ എവിടെ പോയി തപ്പാനാ? അങ്കിൾ, ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കണി കൊള്ളാം. അല്ല സാറേ, എന്താ ചോദിച്ചേ? എപ്പോ ചോദിച്ചു? തോളത്തൊരു മമ്മട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേണം. ഓ, കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കുക പെമ്പിള്ളേരെ വളക്കാൻ. ഓരോ വേണ്ട, മറക്കണമെന്നില്ല. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറാ. അപ്പൊ മന്ത്രിമാരോ? അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കും. അവര് ഇന്ന് വരെ നാളെ പോവും. ആ, ഒരു കാര്യം അറിയാനാ, ഹസ്ബൻഡിനൊന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെ ആങ്ങളമാരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക. സൂര്യൻ, കതിരവൻ, ആദിത്യൻ. കുഴപ്പമില്ല, 3-ൽ 10 വരുത്തം. ഓക്കെ, കട്ടില് പണിഞ്ഞാൽ തൊട്ടില് റെഡി. എന്ത് ചെയ്യുന്നു? ചിട്ടിയാ. അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. എന്റെ ചിട്ടി ചേരുവോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവൂ. എന്താ പേര്? രത്നം. ഞാൻ രത്നമാന്ന് വിളിക്കൂ. പേര് തന്നെ 10 മാറ്റ്. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട്. ഇതവൻ തന്നെ. എടാ ഗൗതമ, അവിടെ നിൽക്കാൻ. അമ്പിയണ്ണൻ. അതേടാ, അമ്പി തന്നെ. നിന്നെ പൊക്കാൻ അറിയാൻ വന്നത്. സമയത്തിന് നിന്നെ കിട്ടിയില്ലെങ്കിൽ ഡെഡ് ബോഡി കൂടെ നാട്ടിൽ ഞാൻ പോകും. എന്റെ ഈശ്വര, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ വന്നതാ. രക്ഷിക്കണേ. അയ്യോ, എന്തുവാടി ഇതൊക്കെ? രക്ഷിക്ക്. അതിനെന്താ തലകുത്തി നിൽക്കുന്നേ? നേരെ ഒന്ന് സംസാരിക്കും. അയ്യോ, ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക്. തലകുത്തി നിൽക്കുന്നത് ചേട്ടനാ. എന്താ രത്നം, എന്ത് പറ്റി? നമ്മുടെ കൊച്ചു ഡോക്ടർ കൊല്ലാൻ കതിരിട്ട ഒരാൾ വന്നിരിക്കുന്നു. ആളവിടെ പോയി. ആള് കണ്ട് ഡോക്ടർ ഓടി. കൊല്ലാനായിട്ട് കുറെ അയാൾ പോയിട്ടുണ്ട്. പ്രഭുദേവ വാടാ. ആ തോർത്തെടുത്ത് മാനം മറയ്ക്ക്. അയാൾ പേടി. സുശീല ഉടുത്തത് പോയടാ. അജി, എടാ ഒരു തുണി ഇട്ട് താടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. എടാ, ഏതെങ്കിലും തുണി എടുത്തിട്ടാ പിടിച്ചോ. എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ? നാടൻ കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നോളാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി. കുട്ടിത്തോക്ക് ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ലോ. സമരമുറക്കിപ്പോ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലൊടുക്കി.
എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റുന്നില്ല. ദേ, ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ആ ഇപ്പൊ കണ്ട് സമ്മതിച്ച് നിന്റെ ഒറ്റക്കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ എന്റെ കണ്ണ് കാണില്ല. എനിക്ക് വേണ്ടി ഞാൻ ബാറ്റ് ചെയ്യാം. കളിച്ച് പറയാൻ പറ്റില്ല, വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരി ഉണ്ടംപുരി. അയ്യോ ബോംബ്. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയിന്ന് ഒരു പിടിയില്ല. ആ അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണും. ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ ഇവിടെ പവർ കട്ടാ. കണ്ണ് രണ്ട് മൂടി കെട്ടിട്ട പവർ കെട്ടുന്നു. ഓ അത് ഞാൻ മറന്നു. വാ ഇറങ്ങാശാനെ. ഡ്രൈവറാ. അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു ബലേ. ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട, എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. ആരുടെ കാലയില്? നിന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെ ആ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അമ്പുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെ അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്നാ? വാടാ, ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ എടുക്ക്, പെട്ടി എടുക്ക്. പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്ന കേക്കും. രത്നമ്മ തന്നെ പറ, ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ആ, ദേ, എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ്സിന് പിടിവിട്ട് പെട്ടി ഉണ്ടാത്തോക്കടാ. കുറെ നേരമല്ല നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്. രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുതട്ടാ. എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്?